ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജറാത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 12ാമത്തെ സൂക്തം നമ്മൾ പഠിച്ചു. എന്താണ് ഊഹങ്ങൾ, നമ്മൾ വെടിയേണ്ട ഊഹങ്ങൾ ഏതൊക്കെയാണ്, ചുഴിഞ്ഞന്വേഷണം, പരദൂഷണം എന്നതിൻ്റെ ഗൗരവം എത്രയാണ്, അതിൽ നിന്നും സത്യവിശ്വാസികൾ വിട്ടുനിൽക്കണമെന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ സംസാരിച്ചത്. 13ാമത്തെ സൂക്തത്തിൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ എന്നാണ് പറയുന്നത്. യാ അയ്യുഹന്നാസ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അല്ലയോ മനുഷ്യരെ, തീർച്ചയായും നാം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ പല സൂക്തങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനു മുസ്ലിം സമൂഹത്തെ ജീർണതകളിൽ നിന്ന് സംരക്ഷിക്കുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് അള്ളാഹു നൽകിക്കൊണ്ടിരുന്നത്. ഇവിടെ യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അത് രണ്ട് കാര്യം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്മാർക്ക് മാർഗദർശനം നൽകുക എന്നത് സ്രഷ്ടാവായ അള്ളാഹു ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ഖുർആനിൽ നിരവധി തവണ അവർ അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് അവരുടെ സ്രഷ്ടാവ്, ആദമിൻ്റെ ഹൗവയുടെ മക്കളാണ് എല്ലാ മനുഷ്യരും എന്ന് പറയുന്ന ഒരു പൊതുധാരണ ആ വിഷയത്തിൽ നമുക്കുണ്ടാകണം. അള്ളാഹു അവരോട് യാ അയ്യുഹന്നാസ് എന്ന് പറയുമ്പോൾ, പ്രവാചകനിലൂടെ പറയുമ്പോൾ, പ്രവാചകൻ ഇല്ലാത്ത കാലത്ത് നമ്മളാണത് പറയേണ്ടത്, നമ്മളാണ് ആ ബാധ്യത നിർവഹിക്കേണ്ടത് എന്നാണ് രണ്ടാമത്തെ കാര്യം. ഈ സൂക്തത്തിൽ പറയുന്ന ആണും പെണ്ണും ആദ്യ മാതാപിതാക്കളായ ആദമും ഹൗവയുമാണ്. മനുഷ്യന്മാർ ഒരേ മാതാപിതാക്കളിൽ നിന്നാണ്, ഒരേ തറവാട്ടിൽ നിന്നാണ്, ഏകമാനവികതയാണ് അവരുടെ അടിസ്ഥാനം. എന്നാൽ കാലാന്തരത്തിൽ മനുഷ്യർ അത് മറന്നു പോവുകയും പരസ്പരം ചേരിതിരിഞ്ഞ് വർണ്ണത്തിൻ്റെ, ഭാഷയുടെ, ദേശത്തിൻ്റെ, ജനതയുടെ പല പക്ഷപാതിത്വങ്ങളിലൂടെ തമ്മിലടിച്ചു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലതിൻ്റെയും അടിസ്ഥാനത്തിൽ ചേരിതിരിഞ്ഞ് പോരടിക്കുകയും പരസ്പരം വൈരാഗ്യവും ശത്രുതയും വിവേചനവും ഐത്തവും ഒക്കെ വെച്ചു പുലർത്തുന്നത് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് അത് കുറച്ചുകൂടി വളർന്ന് ആക്രമണങ്ങളിലേക്കും കൊലകളിലേക്കും വംശശുദ്ധീകരണങ്ങളിലേക്കും പോയി. ലോകയുദ്ധങ്ങൾ, മഹായുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് പോലും സങ്കുചിതമായ വംശീയതയും ദേശീയതയും കാരണമായിട്ടാണ്. വംശശുദ്ധിയുടെ പേര് പറഞ്ഞാണ് ഇപ്പോഴും ലോകത്ത് പല കുഴപ്പങ്ങളും നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഫലസ്തീനിൽ, ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു വിഭാഗത്തിൻ്റെ വംശീയതയുടെ കാരണമായി മറ്റുള്ളവരെ മൃഗങ്ങളായി കാണുന്ന, തുടച്ചു നീക്കുന്ന വംശശുദ്ധീകരണങ്ങൾക്ക് ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ ഈ വംശീയ ഉന്മൂലനത്തിന് പല നാടുകളും അരങ്ങൊരുങ്ങുന്നുണ്ട് എന്നതും ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യവിശ്വാസികൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ, സഹോദരങ്ങളാണെങ്കിൽ, നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു തെറ്റിലേക്ക് പോകുന്നത്? യഹൂദികൾ ഒരു ഭാഗത്ത്, നസ്രാക്കൾ വേറെ ഒരു ഭാഗത്ത്, അതുപോലെയുള്ള പരസ്പരമായ പ്രശ്നങ്ങൾ, വംശീയ വിഷയങ്ങൾ, ഇന്ത്യയിലെ ചാതുർവർണ്ണം, 4 ജാതികളായി, വർണ്ണങ്ങളായി മനുഷ്യരെ തിരിക്കുന്ന പരിപാടികൾ, അമേരിക്കയിലും ആഫ്രിക്കയിലും കണ്ടുകൊണ്ടിരിക്കുന്ന വംശവെറി, ലോകം ഇന്ന് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മതേതരത്വം, ദേശീയത്വം, ഇന്ത്യയിലെ മതേതരത്വമല്ല സ്വാഭാവികമായി. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒരു വംശമാണ്, ഒരു ദേശമാണ്, ഒരു വിഭാഗമാണ്. ഒരു കൂട്ടർ ഭരിക്കേണ്ടവർ, മറ്റു ചിലർ ഭരിക്കപ്പെടേണ്ടവരെന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ ചിന്തകൾ ഉള്ളതുകൊണ്ട് മനുഷ്യൻ്റെ ജീവന്, സ്വത്തിന്, അഭിമാനത്തിന്, സ്വാതന്ത്ര്യത്തിന് പരിക്കേൽക്കുന്നു. അതെല്ലാം പിച്ചു ചീന്തുന്നു. മൗലികമായ അവകാശങ്ങൾ, മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇവിടെ ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ സാഹോദര്യ ഏകമാനവിക ബോധമില്ലാത്തത് കൊണ്ടാണ്. മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു മേൽ സൂക്തത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ എന്ന് പറയുമ്പോൾ മനുഷ്യ സമുദായത്തിൻ്റെ ഉത്ഭവം ഒന്നാണ്. മനുഷ്യർ ഒറ്റ വംശമാണ്, അത് മനുഷ്യവംശമേ ഉള്ളൂ. ഒരേ ഒരു കുടുംബമാണ്, ഒരേ ഒരു തറവാട്ടുകാരാണ് നിങ്ങൾ. മറ്റെല്ലാ മനുഷ്യരുണ്ടാക്കിയ വിവേചനങ്ങളും ഉച്ചനീചത്വങ്ങളും
അവൻ്റെ തീർത്ത മതിലുകളാണ്, അത് തകർക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന വലിയൊരു കാര്യം ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ രണ്ടാമത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സമുദായം, ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് ഇങ്ങനെ മനുഷ്യർ സമുദായങ്ങളും ഗോത്രങ്ങളുമായിട്ടുള്ളത്? അതിനെ എങ്ങനെയാണ് സത്യവിശ്വാസികളും മനുഷ്യരും ഉൾക്കൊള്ളേണ്ടത്? അതാണ് പറയുന്നത്, വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. അള്ളാഹു നിങ്ങളെ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം പരിചയപ്പെടേണ്ടതിനാണ്, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വ്യക്തികൾ, കുടുംബങ്ങൾ, ഗോത്രങ്ങൾ തുടങ്ങിയവ മനുഷ്യവർദ്ധനവിൻ്റെ കൂടെ തന്നെ സ്വയം വികസിക്കുന്ന സ്വാഭാവികമായ ചില പ്രക്രിയകളാണ്. വിവിധ ഭൂപ്രദേശങ്ങളിൽ താമസമാക്കിയ മനുഷ്യൻ്റെ പ്രകൃതിയിലും ആകൃതിയിലും വർണ്ണത്തിലും ഭാഷയിലും ജീവിത രീതികളിലും വൈവിധ്യമുണ്ടാകും. അതൊക്കെ പരസ്പരം തിരിച്ചറിയാനുള്ള അഡ്രസ്സുകളാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനാണ്, സഹകരിക്കുന്ന സ്വഭാവ രീതിയാണ് അതിലൊക്കെ വേണ്ടത്. എല്ലാവരും ഒന്നാണെന്ന ബോധത്തോടു കൂടി ഏകമാനവികതയുടെ ചിന്തയിൽ നിന്നുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അല്ലാതെ ഉയർന്നവർ, താഴ്ന്നവർ, മാന്യന്മാർ, നീചന്മാർ, ശ്രേഷ്ഠന്മാർ, നികൃഷ്ടന്മാർ എന്നിങ്ങനെയുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളും ഇസ്ലാം റദ്ദ് ചെയ്യുന്നുണ്ട്, തള്ളിക്കളയുന്നുണ്ട് എന്നത് വളരെ പ്രധാനമായി ഈ ആയത്തിൽ പറയുന്നു. മൂന്നാമത്തെ കാര്യം, മനുഷ്യർക്കിടയിൽ പെരുമയും ശ്രേഷ്ഠതയും കൽപ്പിക്കുമ്പോൾ അതിന് വല്ല അടിസ്ഥാനങ്ങളും ഉണ്ടെങ്കിൽ അത് അവൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയാണ്, അവൻ്റെ ജീവിത മൂല്യങ്ങളാണ്, അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ബന്ധപ്പെട്ട തഖ്വയാണ്. അതാണ് തുടർന്ന് പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നിങ്ങളിൽ ഏറ്റവും ദൈവഭക്തിയുള്ളവരാകുന്നു അള്ളാഹുവിങ്കിൽ ഏറ്റവും ഔന്നത്യമുള്ളവൻ. അള്ളാഹു എല്ലാം അറിയുന്നവനും തികഞ്ഞ ബോധമുള്ളവനുമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ജന്മനാ മനുഷ്യരെല്ലാവരും സമന്മാരാണ്, സൃഷ്ടിച്ചത് ഒരേ ദൈവമാണ്. സൃഷ്ടിയിൽ അടങ്ങിയ ഘടകങ്ങളൊന്നാണ്. ജനന രീതി മാതാപിതാക്കൾ സമാനമാണ്. മനുഷ്യരുടെ പിറവിയിലാകട്ടെ മനുഷ്യർക്ക് യാതൊരു പങ്കുമില്ല. കുടുംബം, മാതാപിതാക്കൾ, വർണ്ണം ഇതൊക്കെ നിശ്ചയിക്കുന്നത് മനുഷ്യരല്ല, അള്ളാഹുവാണ്. ഈ പരിഗണനയിൽ ഒരാൾക്ക് ശ്രേഷ്ഠത ലഭിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഈ പാവങ്ങളായ മനുഷ്യരെന്ത് കുറ്റം ചെയ്തു? വർണ്ണത്തിൻ്റെ പേരിൽ അവരെ അകറ്റാൻ, ജാതീയമായി വംശീയമായി അകറ്റി നിർത്താൻ ആ മനുഷ്യർ ചെയ്ത തെറ്റെന്താണ്? എന്നാൽ ഒരാൾ ദൈവബോധത്താൽ ഉത്കൃഷ്ടനായി ജീവിച്ച് നന്മകളിൽ മുന്നേറി മനുഷ്യത്വമുള്ളവനായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് അവൻ്റെ വ്യതിരിക്തത, അവിടെയാണ് അവനെ തിരിച്ചറിയേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മത്സരരംഗം. അവനാണ് ആദരവ്, അവനാണ് പരിഗണന അർഹിക്കുന്നവൻ. അവൻ്റെ വംശം, വർണ്ണം, ഗോത്രം നോക്കിയല്ല ആദരവ് നിശ്ചയിക്കേണ്ടത്. മനുഷ്യത്വവും മാനവികതയും സംസ്കാരവും മാനുഷിക മൂല്യങ്ങളും നോക്കിയിട്ടാണ് മനുഷ്യർക്ക് ആദരവ് കൊടുക്കേണ്ടതെന്ന വളരെ കൃത്യമായ വിപ്ലവാത്മകമായ ഒരാശയം ഖുർആൻ മുന്നോട്ട് വെക്കുകയാണ്. മനുഷ്യർക്കിടയിൽ മേന്മ ലഭിക്കേണ്ടവർ ഈ സൽചിന്തകളിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും സൽ സ്വഭാവത്തിലേക്കും പരിശ്രമിക്കണം. നാം സ്വയം തിരിച്ചറിയേണ്ട ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, എല്ലാം അറിയുന്നവനാണ്, തികഞ്ഞ ബോധവാനാണ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. സ്വയം നമ്മളത് ഉൾക്കൊള്ളണം. ഒരു വ്യക്തിക്കും ഏതെങ്കിലും പണത്തിൻ്റെ, അറിവിൻ്റെ, സ്വാധീനത്തിൻ്റെ പേരിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ല. അവൻ്റെ മനുഷ്യത്വവും ഗുണവും തഖ്വയും അവൻ്റെ മാനവികതയുമാണ് അവനെ ഉയർത്തുന്നത് എന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു വേർതിരിവ് നമ്മൾ മനസ്സിലായിക്കൊണ്ട് ഈ നന്മയിലേക്ക് നമ്മെ എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ലോകത്ത് നടക്കുന്ന ഇതിൻ്റെ പേരിലുള്ള അധർമ്മത്തിനെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. ഈ തിന്മകൾ ഉച്ചാടനം ചെയ്യുവാൻ വേണ്ടി ഇസ്ലാമിക സമൂഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട വേദഗ്രന്ഥം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ചെവി കൊള്ളാതെ പോകും? അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.